അത് പക്ഷെ ചില പേഷ്യൻസ് ഉണ്ട്, അവർക്ക് ഒരു അസുഖവും കാണത്തില്ല, ദേ വിൽ ബി ജസ്റ്റ് ബെഡ് റിഡൻ. ആരോഗ്യമുള്ള വ്യക്തികൾ ആരോഗ്യമുള്ള കുടുംബങ്ങളെയും ആരോഗ്യമുള്ള കുടുംബങ്ങൾ ആരോഗ്യമുള്ള സമൂഹത്തെയും സൃഷ്ടിക്കുന്നു. ശരീരവും മനസ്സും സമൂഹവും ഒരുപോലെ ആരോഗ്യമുള്ളതാക്കാം. ലെറ്റ്സ് നോട്ട് ജസ്റ്റ് ക്യൂർ ഡിസീസസ്, ലെറ്റ്സ് സോൾവ് ദ റിയൽ പ്രോബ്ലംസ് ആൻഡ് റീഡിഫൈൻ ഹെൽത്ത് ടുഗദർ. ആദ്യം ആരോഗ്യം. വളരെ ഊർജ്ജസ്വലരായി നമ്മുടെ കൂടെ നടന്നിരുന്ന നമ്മുടെ ബന്ധുക്കളുണ്ടാവാം. കുറച്ച് പ്രായം കഴിയുമ്പോൾ അവരുടെ വെയിറ്റ് കുറയുന്നു, ഭയങ്കര ക്ഷീണം ഉണ്ടാകുന്നു, പൊതുവേ അവർ ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ കുറയുന്നു, അവർക്ക് നടക്കുമ്പോൾ സ്പീഡ് കിട്ടുന്നില്ല, അവർ എല്ലായിടത്തും പിടിച്ച് വളരെ സൂക്ഷിച്ച് പതുക്കെ അവർക്ക് നടക്കാൻ പറ്റുന്നുള്ളൂ. സാധനങ്ങൾ കയ്യിലെടുക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു ഗ്ലാസ് ചായ ആണെങ്കിൽ പോലും അവർക്ക് പിടിക്കുമ്പോൾ നല്ലപോലെ കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റുന്നില്ല, സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇവരിൽ പലർക്കും മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിലും അവർക്കൊരു ഫ്രെയിൽറ്റി സിൻഡ്രോം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാകാം. ഈ ഓരോ സിംറ്റംസിനും പല കാരണങ്ങളുണ്ടാവാം. പക്ഷേ ഇതിനകത്തൊരു സോഷ്യൽ ആസ്പെക്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി തുടങ്ങുമ്പോൾ അവർക്ക് മെയിനായിട്ടും ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നത്, എസ്പെഷ്യലി സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് ഡ്രസ്സ് ഇടാനാണ്, എസ്പെഷ്യലി സാരി ഉടുക്കാനാണ്. അവർ അതിന് ഹെൽപ്പ് ചോദിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്നതിന് പകരം പോകുന്നത് തന്നെ അങ്ങ് വേണ്ടാന്ന് വെക്കും. അതുകൊണ്ട് തന്നെ അവരുടെ സോഷ്യൽ ആക്ടിവിറ്റീസ് കുറയുകയും അവർ വീട്ടിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു പോവുകയും ചെയ്യും. അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാതാവുമ്പോൾ പതുക്കെ അവർക്ക് വേറെ രോഗങ്ങളൊന്നും ഇല്ലെങ്കിലും ഓർമ്മയിലോ അല്ലെങ്കിൽ ബ്ലഡ് ഷുഗറിനോ ഒന്നും പ്രശ്നമൊന്നും ഇല്ലെങ്കിലും അവരങ്ങ് കിടപ്പിലായി പോകും. കാരണം അവർക്ക് അത്രയും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ് ഫ്രെയിൽറ്റി സിൻഡ്രോം? ഫ്രെയിൽറ്റി സിൻഡ്രോം എന്ന് വെച്ചാൽ കുറച്ച് സിംറ്റംസ് അടങ്ങുന്ന ഒരു സിൻഡ്രോമാണ്. അതിനകത്ത് മെയിനായിട്ട് വരുന്ന 5 ലക്ഷണങ്ങളാണ്. ഒന്ന്, വെയിറ്റ് ലോസ്, ബോഡിയുടെ ഒരു 5% കൂടുതൽ വെയിറ്റ് ഒരു കാരണമില്ലാതെ കുറയുക. രണ്ടാമത്തത്, ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുക, അതായത് അവർക്ക് നടക്കാനും നിൽക്കാനും കാര്യങ്ങൾ പഴയതുപോലെ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുക. മൂന്നാമത്തത്, പൊതുവെ ഭയങ്കര ക്ഷീണമായിരിക്കും. നാലാമെന്ന് വെച്ചാൽ നടക്കുമ്പോൾ വളരെ സ്ലോ ആവുക. അഞ്ചാമത്, ഹാൻഡ് ഗ്രിപ്പിന് പ്രശ്നം ഉണ്ടാവുക, അതായത് എന്തെങ്കിലും ഒരു സാധനം പിടിക്കുമ്പോൾ കയ്യിൽ നിന്ന് വഴുതി പോവുക അല്ലെങ്കിൽ പിടിക്കാൻ കിട്ടാതിരിക്കുക, അങ്ങനെയൊക്കെ. ഈ 5 സിംറ്റംസിൽ 3 എങ്കിലും ഉണ്ടെങ്കിൽ അത് ഫ്രെയിൽറ്റി സിൻഡ്രോം എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യും. ഇത് കാരണം അവർക്ക് വീഴാനുള്ള റിസ്ക് കൂടുകയും പക്ഷേ മറ്റു രോഗികളെ അപേക്ഷിച്ച് റിക്കവർ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. ഫ്രെയിൽറ്റി സിൻഡ്രോം ഉള്ള രോഗികൾക്ക് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മാത്രമല്ല, അവരുടെ ഫാമിലിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെയും മാനസികാരോഗ്യത്തെയും സാമ്പത്തിക സ്ഥിതിയെയും ഇത് കാരണം ബാധിച്ചേക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏജിങ്ങിന്റെ സ്റ്റഡീസ് പ്രകാരം ഫ്രെയിൽറ്റി സിൻഡ്രോം ഉള്ള രോഗികൾക്ക് രോഗം വന്നാൽ മാറാൻ ടൈം എടുക്കുകയും വീഴ്ചകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടാനും ഓപ്പറേഷൻസ് ചെയ്താൽ റിക്കവറി പീരിയഡ് കൂടാനും ഒക്കെ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് തന്നെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയാനും അവരുടെ ഫാമിലിയുടെ മാനസികാരോഗ്യത്തെയും സാമ്പത്തിക സ്ഥിതിയെയും ഈ ഫ്രെയിൽറ്റി സിൻഡ്രോം ബാധിക്കാനും സാധ്യതയുണ്ട്. മറ്റു രോഗങ്ങളെ പോലെ ഫ്രെയിൽറ്റി സിൻഡ്രോമിലും ഏർലി ഡിറ്റക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സിംറ്റംസ് ഒക്കെ ഒരു പ്രായത്തിന്റെ ലക്ഷണമായേക്കാം എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയാം. പക്ഷേ ഈ ഫ്രെയിൽറ്റി ക്രൈറ്റീരിയ അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ഫ്രെയിൽറ്റി ഫിനോടൈപ്പ് അനുസരിച്ചിട്ടോ ഒരാൾക്ക് ഫ്രെയിൽറ്റി സിൻഡ്രോം ഡയഗ്നോസ്ഡ് ആണെങ്കിൽ സമയം കളയാതെ നമുക്ക് ഇവരെ ട്രീറ്റ് ചെയ്യാനും ഈ സിംറ്റംസ് ഒക്കെ കൺട്രോൾ ചെയ്യാനും പറ്റും. ഫ്രെയിൽറ്റി സിൻഡ്രോമിന്റെ ട്രീറ്റ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമുക്ക് അവരുടെ ഡയറ്റിനെ ബാലൻസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റിയും സ്ട്രെങ്ത്തും എൻഡ്യൂറൻസും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ബാലൻസ് ട്രെയിനിങ്ങും സ്ട്രെങ്ത് ട്രെയിനിങ്ങും എൻഡ്യൂറൻസ് ട്രെയിനിങ്ങും കൂടെ ഉൾപ്പെടുത്താം. ഇതിനോടൊപ്പം തന്നെ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് കണ്ടീഷൻസിനെ ട്രീറ്റ് ചെയ്യുക, മരുന്നുകൾ കൃത്യമായി കൊടുക്കുക, റെഗുലറായിട്ട് ഒരു ഡോക്ടറെ കൃത്യമായി കാണുകയും അവരുടെ സംശയങ്ങൾ നിയന്ത്രിക്കുകയും അതിനോടൊപ്പം തന്നെ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും കൂടെ ഈ രോഗിക്ക് കൊടുക്കാം. മാത്രമല്ല സോഷ്യൽ ആക്ടിവിറ്റീസിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യിക്കുന്നത് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാനും സോഷ്യൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും വളരെ സഹായകരമാണ്. ഫ്രെയിൽറ്റി സിൻഡ്രോം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നിയേക്കാം, പക്ഷേ ഇതൊരു വളരെ ഗുരുതരമായ കണ്ടീഷനാണ്. ഇതിനെ പലപ്പോഴും പലരും ഏജിങ്ങിന്റെ സ്വാഭാവിക ലക്ഷണമായി തള്ളിക്കളഞ്ഞേക്കാം. പക്ഷേ ഇതിന് കൃത്യമായ ട്രീറ്റ്മെന്റ് നമ്മൾ ആദ്യമേ തുടക്കത്തിലേ കൊടുത്തില്ലെങ്കിൽ അത് രോഗിയുടെ ലൈഫിന്റെ ക്വാളിറ്റിയെ തന്നെ ബാധിക്കുകയും അത് കാരണം വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ രോഗിയും കുടുംബവും കടന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ രോഗലക്ഷണങ്ങളുള്ള രോഗിയെ കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാനിലൂടെയും കറക്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയും എക്സസൈസും കൊടുത്ത് കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കൃത്യമായി ശ്രദ്ധിച്ച് നമുക്ക് ഈ രോഗിയുടെ ആരോഗ്യവും ക്വാളിറ്റി ഓഫ് ലൈഫും അതിനോടൊപ്പം തന്നെ ഇംപ്രൂവ് ചെയ്യാവുന്നതാണ്. ആദ്യം ആരോഗ്യം. തിരുവനന്തപുരത്തെവിടെയും ഡോക്ടർ വീട്ടിലെത്തി ചികിത്സ നൽകുന്നു. ഫാം മെഡിക്കോ അർജന്റ് കെയർ ക്ലിനിക് 24 മണിക്കൂറും സേവനം ലഭ്യമാണ്. വിളിക്കൂ 8590255025.